നമസ്കാരം, ഞാൻ അനിൽ വെങ്കോട്. വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സൽമാൻ റുഷ്ദിയുടെ നൈഫ് എന്ന പുസ്തകത്തിൻ്റെ വായനാനുഭവത്തിലേക്കാണ്. സൽമാൻ റുഷ്ദി 2022 ഓഗസ്റ്റ് 12 ചത്വാക്കോയിലെ ആംഫി തിയേറ്ററിൽ പ്രഭാഷണത്തിന് മുതിരുന്ന നേരത്ത് അദ്ദേഹം നേരിട്ട ഒരു വധശ്രമവും ആ വധശ്രമത്തിനെ തുടർന്ന് നീണ്ട കാലത്തെ ആശുപത്രിവാസവും ഓർമ്മിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളായിട്ടാണ് നൈഫ് എന്ന പുസ്തകം അദ്ദേഹം രചിക്കുന്നത്. 2 ഭാഗങ്ങളിലായി 8 അധ്യായങ്ങളുള്ള ഈ പുസ്തകം എന്തുകൊണ്ട് നമ്മുടെ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ 1989 ഇറാൻ്റെ ഇസ്ലാമിക നേതാവ്, മതനേതാവായിട്ടുള്ള ആയത്തുള്ള ഖൊമേനി റുഷ്ദിക്ക് വധശിക്ഷ വിധിക്കുന്നത്. 89 പ്രത്യേകത നിങ്ങൾക്കറിയാം. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഉദയങ്ങളും സോവിയറ്റ് ഇൻഫ്ലുവൻസിലുണ്ടായ ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്ന അഫ്ഗാനിലെയും ഇറാനും പോലൊക്കെയുള്ള സ്ഥലങ്ങളിൽ മതാധിഷ്ഠിത ഭരണകൂടങ്ങൾ വരുന്ന കാലമൊക്കെയാണ്. ആയത്തുള്ള ഖൊമേനിക്ക് യഥാർത്ഥത്തിൽ അക്കാലത്ത് ഇറാനിൽ സ്വാധീനം കുറയുകയാണ് ചെയ്തത്. അവർ നീണ്ട ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെയൊക്കെ ഒരു നിഴലിൽ ഈ ഇറാനിലുള്ള ആയത്തുള്ള ഖൊമേനിയുടെ സ്വാതന്ത്ര്യം കുറഞ്ഞു വരുന്ന ഘട്ടത്തിൽ അത് തിരികെ പിടിക്കാൻ കൂടിയാണ് ഈ സത്താനിക് വേഴ്സസ് എന്ന സൽമാൻ റുഷ്ദിയുടെ പുസ്തകത്തിൽ ഇസ്ലാമിക വിമർശനമുണ്ട് എന്നാരോപിച്ചുകൊണ്ട് റുഷ്ദിയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. 89 മുതൽ 2000 വരെ സൽമാൻ UK കഴിഞ്ഞത്. വലിയ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ നിരീക്ഷണത്തിന് കീഴിൽ ജീവിതത്തിൻ്റെ യാതൊരു സന്തോഷങ്ങളും സ്വാതന്ത്ര്യവും പുറത്തെടുക്കാനാകാതെ ഒരു തടവുകാരനെ പോലെ കഴിയുകയായിരുന്നു 2000 വരെ റുഷ്ദി. ആ പാരതന്ത്ര്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ 2000 അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോരുകയാണ്. അവിടെ കുറച്ചുകൂടി സ്വതന്ത്രമായൊരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. ഇത്ര കടുത്ത സുരക്ഷാ വലയങ്ങളില്ല. സഞ്ചരിക്കാനും റെസ്റ്റോറൻറ്റുകളിൽ പോയിരിക്കുന്നതിനും പ്രഭാഷണങ്ങളിലും ക്ലാസ്സുകളിലും പങ്കെടുക്കുന്നതിനൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങളെ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ട് പതിയെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെയും സ്വാതന്ത്ര്യത്തെയും തിരികെ പിടിക്കുകയായിരുന്നു റുഷ്ദി. അങ്ങനെ ഇരിക്കെയാണ് 2022 ഓഗസ്റ്റ് 12 ചത്വാക്കോയിൽ വെച്ച് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ആക്രമണം എന്ന് പറഞ്ഞാൽ മാരകമായ ആക്രമണമാണ്. വലിയ വേഗത്തിൽ ചികിത്സ ലഭിക്കുകയും അതും ഉയർന്ന നിലയിലുള്ള ചികിത്സ ലഭിക്കുക ചെയ്തതുകൊണ്ട് മാത്രമാണ് റുഷ്ദി ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതിൽ വലത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കണ്ണിലൂടെ കത്തി വളരെ ആഴത്തിലേക്ക് കുത്തി ഇറക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇടത് കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടു. നെഞ്ചിൽ പരിക്കേറ്റു. 15ഓളം വലിയ പരിക്കുകൾ ഉണ്ടായിരുന്നു. 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഓഗസ്റ്റ് 16 അദ്ദേഹത്തെ തിരികെ ജീവിതത്തിലേക്ക് ഡോക്ടർമാർ കൊണ്ടുവരുന്നത്. ഈ നീണ്ട ആശുപത്രിവാസത്തെ, ഈ ആക്രമണം നേരിട്ട ഓഗസ്റ്റ് 12 അനുഭവത്തെ ഒക്കെ ഓർത്തെടുത്തുകൊണ്ട് എഴുതുന്ന ഒരു പുസ്തകമാണ് നൈഫ്. നൈഫിൽ റുഷ്ദി പറയുന്നൊരു കാര്യം കത്തി എന്ന് 2 അർത്ഥത്തിൽ പ്രയോഗിച്ചുകൊണ്ട്, അതായത് താൻ ആക്രമണം നേരിട്ട ആ കത്തിയെ മാത്രം ഒരു വശത്ത് ധ്വനിപ്പിക്കുകയും മറ്റൊരു വശത്ത് താനും കത്തി കൊണ്ട് പെരുമാറുന്ന ഒരാളാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. തൻ്റെ കത്തി അക്ഷരങ്ങളാണെന്നും അത് ഈ ലോകത്തെ ഡിസെക്റ്റ് ചെയ്യാൻ, ഈ ലോകത്തെ വകഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളത് പുറത്തു കാണിക്കുന്നതിന്, ഇതിൻ്റെ വൈവിധ്യങ്ങളെ, ഇതിൻ്റെ സങ്കീർണതകളെ, ജീവിതത്തിൻ്റെ ലോലലോലമായ വശങ്ങളെ ഒക്കെ പുറത്തു കൊണ്ടുവരുന്നതിനുള്ള ഒരു മാന്ത്രിക ശസ്ത്രമായിട്ടാണ് അദ്ദേഹം നൈഫ് എന്നുപയോഗിക്കുന്നത്. എഴുത്തുകാരൻ വാക്കുകൾ ഉപയോഗിക്കുന്നത് കത്തി ഉപയോഗിക്കുന്നത് പോലെയാണ് എന്ന്. മാത്രമല്ല, ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ റുഷ്ദി പറയുന്ന മറ്റൊരു കാര്യം, എല്ലാം വിമർശനം അർഹിക്കുന്നുണ്ട്. ഏത് ആശയങ്ങളെപ്പോലെയും മതവും വിമർശനം അർഹിക്കുന്നുണ്ട്. ഇവിടെ സീക്രട്ടായിട്ടൊന്നുമില്ല. എല്ലാം വിമർശനങ്ങളെ അർഹിക്കുന്നുണ്ട്. വിമർശനം അർഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് അത് മാന്യമായി തീരുന്നത്. ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ലോകത്തെ തുറന്നു വയ്ക്കുകയാണ് റുഷ്ദി ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിമർശനത്തിന് പാത്രമായി ഭവിക്കുന്ന തരത്തിൽ ഈ ലോകത്തെ ചികഞ്ഞു വയ്ക്കുന്ന, ഡിസെക്റ്റ് ചെയ്ത് പുറത്തു കാണിക്കുന്ന ഒന്നായി അക്ഷരങ്ങളെ കത്തിയായി കാണുകയാണ് റുഷ്ദി ചെയ്യുന്നത്.
ഈ പുസ്തകത്തിലെ ഓരോരോ ഭാഗങ്ങളും വിശദീകരിച്ചുകൊണ്ട് പോകാൻ ഈ ചെറിയ സമയത്തിൽ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ പുസ്തകം 8 അധ്യായങ്ങളിലായി അദ്ദേഹം തുറന്നു വയ്ക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത് അതിവിശാലമായൊരു ലോകമാണ്. ഇതിൽ നിരവധി എഴുത്തുകാർ കടന്നു വരുന്നു, സിനിമകൾ കടന്നു വരുന്നു. ബോബ് ഡിലാനിനെയും ബീറ്റിൽസിനെയും പോലെയുള്ള ആളുകളുടെ പാട്ടുകൾ കടന്നു വരുന്നു. പബ്ലോ നെറൂദയെ പോലെ, ലോർക്കയെ പോലുള്ള കവികൾ കടന്നു വരുന്നു, സിനിമകൾ കടന്നു വരുന്നു, ഹിച്ച്കോക്കിനെ പോലെയൊക്കെയുള്ള ആളുകളുടെ സിനിമകൾ കടന്നു വരുന്നു. 100 കണക്കിന് റെഫറൻസുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഈ റെഫറൻസുകളിലൂടെ പോയിക്കൊണ്ട് ജീവിതത്തിൻ്റെ അർത്ഥത്തെ, ഈ ദുരന്തങ്ങളെ ഒക്കെ വീണ്ടും നോക്കിക്കാണാൻ, അതിൽ നിന്നുകൊണ്ട് സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അർത്ഥത്തെ നിർവചിക്കാനുള്ള ശ്രമമാണ് റുഷ്ദി ഈ പുസ്തകത്തിലൂടെ നടത്തുന്നത്. ഞാൻ ഇവിടെ ശ്രമിക്കുന്നത് പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയാൻ, ഈ 8 അധ്യായങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഈ പുസ്തകത്തിൻ്റെ ഓരോ ഉള്ളടക്കങ്ങളിലേക്ക് പോകുന്നതിനല്ല, മറിച്ച് എന്താണ് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നതിനാണ്. 3 കാര്യങ്ങളാണ് ഈ പുസ്തകം അവസാനത്തിൽ നമ്മളോട് പറയുന്നതായി എനിക്ക് തോന്നുന്നത്. ഒന്ന്, സ്വതന്ത്രനായി, തല ഉയർത്തി, സ്നേഹധനനായി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെ ഇവിടുത്തെ മതവും മതത്തിൻ്റെ കിങ്കരന്മാരും ആക്രമിക്കുക വഴി എന്താണ് അവർ ലോകത്തോട് പറയുന്നത്? മുട്ടിലിഴയുന്ന, ഭയക്കുന്ന, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ചക്രവാളത്തെയും എത്തിപ്പിടിക്കാത്ത പരതന്ത്രനായ മനുഷ്യനെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന ചോദ്യം ഈ പുസ്തകത്തിലൂടെ റുഷ്ദി ഈ നാട്ടിലെ മതക്കിങ്കരന്മാരോട് വയ്ക്കുന്നുണ്ട്. അതാണ് റുഷ്ദിയുടെ ഈ കാലത്തെ, ഈ ശയ്യാവലംബിയായി കിടക്കുന്ന റുഷ്ദിയുടെ കാലത്തെ സ്വപ്നങ്ങൾ, ആ ദിവസങ്ങളിലെ സ്വപ്നങ്ങൾ, അതിലൂടെ റുഷ്ദി തൻ്റെ ജീവിതത്തെ തിരികെ പിടിക്കാൻ ഓർത്തെടുക്കുന്ന പുസ്തകങ്ങൾ, അതിലെ കൊട്ടേഷനുകൾ, ഇതെല്ലാം കൊണ്ടുവരുന്നത് എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഉയർന്ന ചക്രവാളത്തിൽ നാം സ്നേഹത്തോടെ ധീരനായി ജീവിക്കുക എന്നതാണ്. അതിനനുവദിക്കാതിരിക്കുക വഴി ഈ ലോകത്തെ മതകിങ്കരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്താണ് എന്ന ചോദ്യം ഈ പുസ്തകം നമ്മളോട് വയ്ക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പുസ്തകം കൊണ്ടുവരുന്ന അത്യന്തം വൈവിധ്യമാർന്ന റഫറൻസുകളുടെ ഒരു ലോകമാണ്. മരണത്തെ നേരിടുന്നൊരു നേരത്ത്, ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാലത്ത് നിങ്ങൾക്ക് ഓർക്കാൻ എന്തുണ്ടാകും എന്നുള്ളത് റുഷ്ദി ഓർക്കുന്നത് നിങ്ങൾ ഈ പുസ്തകത്തിലൂടെ വായിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഭൂമിയിലെ ഈ ആത്മീയതയുടെ കച്ചവടക്കാരായിരിക്കുന്ന ആളുകൾക്ക് ഈ നിലയിലൊരവസ്ഥയിൽ ഇങ്ങനെ ഓർത്തെടുക്കാനുണ്ടാകുമോ? എത്ര പുസ്തകങ്ങളാണ്, ഈ അക്ഷരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വാസ്തുശില്പങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു എന്ന് റുഷ്ദി ഇതിനകത്ത് പറയുന്നുണ്ട്. ലോകത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഉദാത്തമായ ശില്പങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അത്യുദാത്തമായൊരു യാത്രയാണ് ഈ പുസ്തകം നമുക്ക് തരുന്നത്. ഒരാൾക്ക് അങ്ങനെ തൻ്റെ ദുരന്തങ്ങളിൽ, മരണശയ്യയിൽ, ആശുപത്രി കിടക്കയിൽ, അപകടങ്ങളുടെ നിലങ്ങളിൽ വച്ച് ഇങ്ങനെ ഓർത്തെടുക്കാനാകുന്നുണ്ടെങ്കിൽ അതെന്തുതരം മനുഷ്യനാണ്, എന്തുതരം ഉയർച്ചയാണ് മനുഷ്യത്വത്തിന് തന്നെ ആ ജീവൻ നൽകുന്നത് എന്ന് ഈ പുസ്തകം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം, റുഷ്ദി എന്ന മാന്ത്രികനായ എഴുത്തുകാരനെ കുറിച്ചാണ്. ഒരുപക്ഷെ സങ്കടങ്ങളുടെ ഒരു അതിവൈകാരികതയുടെ ഒരു കുത്തൊഴുക്കുണ്ടാകുന്ന, നിരാശ ഉണ്ടാകുന്ന, ഡിപ്രഷൻ ഉണ്ടാകുന്ന ഒരു വലിയ കാലത്തെയും ഓർത്തെടുക്കുന്ന സന്ദർഭങ്ങൾ ഈ അതിവൈകാരികതയ്ക്ക് വശപ്പെടാതെ, അതിവൈകാരികതയുടെ ഭാഷയ്ക്ക് വശപ്പെടാതെ അത്യന്തം സാഹിത്യോന്മുഖമായി ഈ കാലത്തെ മറികടക്കുകയാണ് റുഷ്ദി ചെയ്യുന്നത്. അതാണ് അതായത് ലോലലോലമായ ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് ഈ ഭാഷയുടെ ക്ലിഫിലൂടെ കൈപിടിച്ച് നടത്തുന്ന മാന്ത്രികതയുടെ ഉജ്ജ്വലമായ, എഴുത്തിൻ്റെ മാന്ത്രികതയുടെ ഉജ്ജ്വലമായൊരു ഒരു 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 കൃതിയായിട്ട് നമുക്ക് നൈഫിൻ്റെ വായനാനുഭവം നമുക്ക് വരും. ഇത് റുഷ്ദി എന്ന ഫിക്ഷൻ എഴുത്തുകാരനെയല്ല, ലോകത്ത് ഗദ്യസാഹിത്യത്തിന് റുഷ്ദി എന്ന മാസ്റ്റർ റൈറ്റർ എന്തു ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണത്.
നിങ്ങൾക്ക് ഏത് ഭാഷയിലും വായിക്കാവുന്ന ഗദ്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഗദ്യങ്ങളിൽ ഒന്ന് റുഷ്ദി സമ്മാനിച്ചതാണ് എന്ന് ഈ പുസ്തകം കൂടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ പ്രാധാന്യം ഈ പുസ്തകത്തിലുള്ളത്. ഒരു കാര്യം പറഞ്ഞാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം സരമാഗോയും ഈ ആൽബർട്ട് കമൂനെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് ഈ പ്ലേഗ് പോലുള്ള രോഗങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്നതിനെക്കുറിച്ച്, ബ്ലൈൻഡ്നെസ്സിൽ നിന്ന് തിരിച്ചു വരുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഈ റെഫറൻസുകൾ ഉദ്ധരിച്ചിട്ട് റുഷ്ദി പറയുന്നൊരു കാര്യം, ഒറ്റക്കണ്ണൻ എന്ന് പറയുന്നത്, ഒരു കണ്ണിലെ കാഴ്ച നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അത് പെട്ടെന്ന് തിരിച്ചു പിടിക്കാവുന്ന ഒന്നല്ല. തൻ്റെ ജീവിതത്തെ നോക്കി, ഒരു വലത് കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ട ജീവിതത്തെ നോക്കി പറയുന്ന ഈ കമൻ്റ് വർത്തമാനകാല ഇന്ത്യയെ നമ്മൾ പെട്ടെന്ന് ഓർമ്മിച്ചു പോകും. എങ്ങനെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനും ഈ ഇസ്രയേലും ഇതുപോലുള്ള മതരാഷ്ട്രങ്ങൾ ലോകത്തിൻ്റെ അതിൻ്റെ സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കണ്ണു പൊട്ടിച്ച് ഇരുണ്ട സമൂഹാർത്ഥങ്ങളായിത്തീരുന്നത് എന്ന് നമ്മളിന്ന് കാണുന്നുണ്ട്. അതുപോലെ വലതു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് മതാധിഷ്ഠിതമായ ഒരു ലോകത്തേക്ക്, സ്വാതന്ത്ര്യത്തിൻ്റെ എതിർദിശയിലേക്ക് സഞ്ചരിച്ചു പോകുന്ന ഇന്ത്യയുടെ ചിത്രം നമുക്ക് ഓർമ്മ വരും. അതുകൊണ്ട് കണ്ണ് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ളൊരു കാര്യമല്ല എന്ന് രാഷ്ട്രീയമായും വൈയക്തികമായും ഈ കൃതിയിലൂടെ റുഷ്ദി ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം.